എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രിയിൽ നടന്നൊരു അപകടം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അല്ലാഹുവേ, പ്രതീക്ഷയോടുകൂടെ കല്യാണത്തിന് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന രണ്ട് മക്കള്, 2-3 മക്കള്, 5 മക്കളുണ്ടായിരുന്നു. കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു അത്രേ. കല്യാണത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. 21-22 വയസ്സ് മാത്രം പ്രായമുള്ള 5 വിദ്യാർത്ഥികൾ. അല്ലാഹുവേ പടച്ചവനെ, അവര് വിളിച്ചിട്ട് ഉമ്മയോട് പറയുന്നുണ്ടത്ര, ഉമ്മ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പടച്ചവനെ, അത് പറഞ്ഞിട്ട് ഈ 5 മക്കൾ ആ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. രാത്രി സമയം ഒരു 11:30 വരുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു മരത്തിന്റെ ഇടിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ആ ഇടിയുടെ ആഘാതം കാരണത്താൽ ആ കാറ് കത്തി നശിച്ചു. അതിന്റെ ഉള്ളിൽ പെട്ടിട്ട് അവര് ആ 5 മക്കളും മരണപ്പെട്ടു പോയി. 2 വിദ്യാർത്ഥികളായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടു പോയത്. അവർക്കറിയുമായിരുന്നോ ഇതിന്റെ അവസാനത്തെ യാത്രയാണ്? അവർക്കറിയുമായിരുന്നോ പടച്ചോനെ ഇത് ഞങ്ങളുടെ അവസാന യാത്രയാണ്, ഞങ്ങൾ മരണത്തിലേക്ക് എത്തുകയാണെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിരുന്നോ? ഇല്ല എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ പടച്ചവനെ, ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. മരണം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രൂപത്തിലാണ് കടന്നു പോകുന്നത് എന്ന് പറയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആഖിബത്ത് നന്നാവാൻ, നല്ല മരണത്തിന് വേണ്ടി റബ്ബിനോട് നമ്മൾ ദുആയിരിക്കണം. നല്ല മരണം കിട്ടണം. നല്ല മരണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളാകെ പരാജയപ്പെട്ടു പോകും. മരണസമയം നന്നായിട്ടില്ലെങ്കിൽ നമ്മളാകെ പരാജയപ്പെട്ടു പോകും. ആ കുട്ടികളുടെ മരണം ആ വീട്ടുകാർ എത്രത്തോളം പ്രതീക്ഷയോടെ കല്യാണവുമായി കാത്തിരിക്കുന്ന വീട്ടുകാരായിരുന്നു. വീട്ടിലേക്ക് എത്തിയ കല്യാണം കൂടണം, അല്ലാഹുവേ നല്ല സന്തോഷത്തോടു കൂടെ അവിടെ നിൽക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി വന്ന പ്രിയപ്പെട്ട മക്കൾ ആ വീട്ടിലേക്ക് എത്തുന്നത് പിന്നെ മയ്യത്താണ് പിന്നെ ആ വീട്ടിലേക്ക് കയറി വരുന്നത്. 5 ചെറുപ്പക്കാരായ നല്ല ചുറുചുറുക്കുള്ള കുട്ടികൾ. അല്ലാഹുവേ പടച്ചോനെ, അതിൽ മുസ്ലിമീങ്ങളുണ്ട്, ഹൈന്ദവരായ ക്രൈസ്തവരായ മക്കളുണ്ട്, എല്ലാവരും. അവരുടെ സ്നേഹബന്ധം വല്ലാത്തൊരു ബന്ധമായിരുന്നു. മരിച്ചപ്പോഴും അവർ ഒരുമിച്ച, അവരിറങ്ങിയതും ഒരുമിച്ച, വണ്ടിയിലേക്ക് കയറുന്നതും ഒരുമിച്ച, അവരിത് ലോകത്തോട് വിട പറഞ്ഞു പോയതും ഒരുമിച്ച. അല്ലാഹു അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു ആ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ആ മാതാപിതാക്കൾക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ചിട്ട് ആ പ്രിയപ്പെട്ട മക്കളൊക്കെ കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ദുനിയാവും ആഖിറവും നമ്മൾ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ദുനിയാവിൽ നമ്മൾ ജീവിക്കുക. ദുനിയാവ് നന്നാക്കി ജീവിച്ചാൽ നാളെ റബ്ബിന്റെ ആഖിറത്തിൽ നമുക്ക് നല്ല ജീവിതം അല്ലാഹു നൽകും. ഇവിടെ നമ്മൾ പരാജയപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ പരലോകവും നമുക്ക് പരാജയപ്പെടും. അല്ലാഹു നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.